സോ നമ്മൾ അടുത്ത് നോക്കുന്നത് ബിൽഡിംഗ് കൺസ്ട്രക്ഷനിൽ സ്കഫോൾഡിംഗ് എന്നുള്ള ടോപ്പിക്കാണ്. ഓക്കെ, സ്കഫോൾഡിംഗ് എന്താണെന്ന് നമുക്കത് നോക്കാം. ഓക്കെ, when the height above the floor level exceeds 1.5 meter, a temporary structure is erected close to the work, which provides a safe working platform for the worker and a limited space for building material. അപ്പോൾ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടോ? എന്താ ഇങ്ങനെ, അതായത് നമുക്ക് ഇതേപോലൊരു കൺസ്ട്രക്ഷൻ ഒരു 1.5 മീറ്ററിൽ കൂടുതൽ ഹൈറ്റുള്ള എന്ത് കൺസ്ട്രക്ഷൻ വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ആ കൺസ്ട്രക്ഷൻ പ്രോപ്പറായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു ടെമ്പററി ആയിട്ടൊരു സ്ട്രക്ചർ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യും. എന്തിനാണ്? അതിൽ നിന്ന് നമുക്ക് വർക്ക് ചെയ്യാം, അതുപോലെ തന്നെ മെറ്റീരിയൽസൊക്കെ നമുക്ക് അതിൽ ഹോൾഡ് ചെയ്യാനൊക്കെ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്കഫോൾഡിങ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്? സേഫ് വർക്കിംഗ് പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യും ഫോർ ദ വർക്കേഴ്സ് ആൻഡ് എ ലിമിറ്റഡ് സ്പേസ് ഫോർ ബിൽഡിംഗ് മെറ്റീരിയൽ. ഓക്കെ, ആ ടെമ്പററി സ്ട്രക്ചറിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് പറഞ്ഞാൽ സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ 1.5 മീറ്ററിന് മുകളിൽ എന്താണ് കൺസ്ട്രക്ഷൻ വരുവാണെങ്കിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, സ്കഫോൾഡിങ് യൂസ് ചെയ്യുന്നത്. ഈ സ്കഫോൾഡിങ്ങിൽ കുറച്ച് ടെക്നിക്കൽ ടേംസ് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ആണ്. ഈ വെർട്ടിക്കൽ മെമ്പർ ഓഫ് ദ ഫ്രെയിം വർക്ക് സപ്പോർട്ടഡ് ഓൺ ഗ്രൗണ്ട്. ഓക്കെ, നമ്മുടെ ഇപ്പോൾ ഒരു നമ്മളൊരു എന്താ പറയുക, ഒരു ബ്രിക്ക് വാൾ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇതാണ് എൻ്റെ ബ്രിക്ക് വാൾ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ബ്രിക്ക് വാളിന് ഇതാണ് എൻ്റെ ബ്രിക്ക് വാൾ. ഓക്കെ, ഈ ബ്രിക്ക് വാളിന് പാരലായിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ സ്കഫോൾഡിങ് ഞാൻ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പം അതെന്ന് പറയുന്നത് എന്ത് ചെയ്യും, അതിൽ നമ്മൾ കുറേ, അതായത് ഇവിടെ നിന്ന് ഈ ബ്രിക്ക് വാളിൽ നിന്നും ഒരു സർട്ടൺ ഡിസ്റ്റൻസ്, ഈ ഒരു ഡിസ്റ്റൻസ് കുറച്ച് മാറിയിട്ടായിരിക്കും ഞാൻ എന്ത് ചെയ്യുന്നത്, എൻ്റെ ഒരു സ്കഫോൾഡിങ്ങിൻ്റെ വെർട്ടിക്കൽ മെമ്പേഴ്സ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഇറക്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ വെർട്ടിക്കൽ മെമ്പേഴ്സ് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെർട്ടിക്കൽ മെമ്പേഴ്സിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്, സ്റ്റാൻഡേർഡ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വെർട്ടിക്കൽ മെമ്പേഴ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് എന്തുണ്ട്, ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, വെർട്ടിക്കൽ മെമ്പേഴ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ഉണ്ട്. ആൻഡ് ഇവിടെ എന്താണ്, വോളുമായിട്ട് കണക്ട് ചെയ്തിട്ട് എന്തുണ്ട്, ഹൊറിസോണ്ടൽ മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും വരുന്നത് ഫിഗർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഒരു വെർട്ടിക്കൽ മെമ്പർ അതെവിടെയാണ്, ഗ്രൗണ്ടിലാണ് റെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ വെർട്ടിക്കൽ മെമ്പേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സ്റ്റാൻഡേർഡ്സ് എന്ന് വിളിക്കുന്നത്. ഇനി എന്താണ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ, ഹൊറിസോണ്ടൽ മെമ്പർ പാരലൽ ടു ദ വോൾ. ഓക്കെ, ഇതാണ് നമ്മുടെ വോൾ. ഈ വോളിന് പാരലായിട്ടുള്ള ഹൊറിസോണ്ടൽ മെമ്പർ. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്, ഹൊറിസോണ്ടൽ മെമ്പറാണ്. അതുപോലെ തന്നെ ഇതും എന്ത് തന്നെയാണ്, ഹൊറിസോണ്ടൽ മെമ്പർ തന്നെയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞെന്താണ്, പാരലൽ ടു ദ വോളാണ് പറഞ്ഞത്. അപ്പോൾ ഈ വോളിന് പാരലൽ എന്ന് പറയുമ്പോഴത്തേക്കും ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ മെമ്പർ പാരലൽ ടു ദ വോൾ. ഇതെന്താണ്, ഹൊറിസോണ്ടൽ മെമ്പർ പെർപെൻഡിക്കുലർ ടു ദ വോൾ ആണ്. അപ്പോൾ ലെഡ്ജേഴ്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ മെമ്പർ പാരലൽ ടു ദ വോൾ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലെഡ്ജേഴ്സ് എന്ന് വിളിക്കുന്നത്, ഹൊറിസോണ്ടൽ മെമ്പർ പാരലൽ ടു ദ വോൾ. ഇനി പുട്ട്ലോക്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ മെമ്പർ, അതായത് ഈ കാണുന്ന എല്ലാ ഹൊറിസോണ്ടൽ മെമ്പേഴ്സിനെയും നമ്മൾ എന്ത് വിളിക്കും, പുട്ട്ലോക്സ് എന്ന് വിളിക്കും. ബിക്കോസ് ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ വോൾ. ഈ വോളിന് പെർപെൻഡിക്കുലർ ആയിട്ടല്ലേ ഇതെല്ലാം വെച്ചേക്കുന്നത്. സോ ഹൊറിസോണ്ടൽ മെമ്പർ പെർപെൻഡിക്കുലർ ടു ദ വോൾ ഇൻ വിച്ച് വൺ എൻഡ് ഈസ് സപ്പോർട്ടഡ് ഇൻസൈഡ് ദ വോൾ ആൻഡ് അതർ എൻഡ് ഈസ് ഓൺ ദ ലെഡ്ജർ. ഓക്കെ, ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, ഈ ഒരു മെമ്പറാണ് ലെഡ്ജർ. അപ്പോൾ ഒരു എൻഡ് ഇവിടെ എവിടെയാണ്, ഈ ലെഡ്ജറിലും മറ്റേ എൻഡ് വോളിലുമാണ് സപ്പോർട്ട് ചെയ്തേക്കുന്നത് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് വിളിക്കുള്ളൂ, പുട്ട്ലോഗ് എന്ന് വിളിക്കുകയുള്ളൂ. സപ്പോസ് എൻ്റെ ഈ ഒരു കൺസ്ട്രക്ഷനിൽ ഇങ്ങനെയല്ല, വോളിലല്ല നിൽക്കുന്നത്, വേറൊരു ലെഡ്ജറിൽ, അതായത് ഇവിടെ ആയിട്ട്, അതായത് ഇവിടെ ആയിട്ട് വീണ്ടും ഒരു ലെഡ്ജർ ഉണ്ടെന്ന് വെച്ചോ. ഓക്കെ, ഈ ലെഡ്ജറിലാണ് എൻ്റെ ഈ വെർട്ടിക്കൽ മെമ്പേഴ്സ് എല്ലാം ഞാൻ എൻ്റെ ഈ ലെഡ്ജറിലേക്കാണ് കണക്ട് ചെയ്തേക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ്ഫോം എന്ന് വിളിക്കും. എന്ത് വിളിക്കും, ട്രാൻസ്ഫോം. ഓക്കെ, അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതിൽ എന്തായിരുന്നു, ഈ പുട്ട്ലോഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു എൻഡ് ഈ വോളിലാണ് നമ്മൾ കണക്ട് ചെയ്തേക്കുന്നത്, മറ്റേ എൻഡ് എന്ന് പറഞ്ഞാൽ ലെഡ്ജേഴ്സിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഇനി ഞാൻ എന്ത് പറയുന്നു, ഈ ഒരു വെർട്ടിക്കൽ മെമ്പർ, ദ ഹൊറിസോണ്ടൽ മെമ്പർ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ വോൾ ഈസ് കണക്റ്റഡ് ടു
ടു ലെഡ്ജേഴ്സ്, ഈ രണ്ട് ലെഡ്ജേഴ്സിനും ഇടയ്ക്കാണ് സപ്പോർട്ട് ചെയ്തേക്കുന്നതെങ്കിൽ അതിനെ ഞാൻ എന്ത് വിളിക്കണം? ട്രാൻസ്ഫോം എന്ന് വിളിക്കണം. ഓക്കെ, ദീസ് ആർ പുട്ട് ലോക്സ് ഇൻ വിച്ച് ബോത്ത് ദ എൻഡ്സ് ആർ സപ്പോർട്ടഡ് ഓൺ ലെഡ്ജേഴ്സ്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് വെർട്ടിക്കൽ മെമ്പറാണ്, ലെഡ്ജേഴ്സ് എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ മെമ്പർ പാരലൽ ടു ദ വോള്. ഇനി ഹൊറിസോണ്ടൽ മെമ്പർ പെർപെൻഡിക്കുലർ ടു ദ വോളാണ് പുട്ട് ലോക്ക്, ഇൻ വിച്ച് വൺ എൻഡ് എന്ന് പറയുന്നത് ഈ സപ്പോർട്ടർ ഓൺ ദ വോൾ ആൻഡ് അതർ എൻഡ് എന്ന് പറയുന്നത് ഏതിലാണ്? നമ്മുടെ ഈ ഒരു ലെഡ്ജറിലാണ്. അത് കഴിഞ്ഞ് പറഞ്ഞത് ട്രാൻസ്ഫോം ആയിരുന്നു. പുട്ട് ലോഗ്സ് തന്നെയാണ്, അതായത് രണ്ട് എൻഡും, ആ ഒരു പുട്ട് ലോഗിൻ്റെ രണ്ട് എൻഡും ലെഡ്ജേഴ്സിലാണ് സപ്പോർട്ട് ചെയ്തേക്കുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ട്രാൻസ്ഫോം എന്ന് വിളിക്കും. ഇനി ബ്രേസസ് ഉണ്ട്. ബ്രേസസ് എന്ന് പറഞ്ഞാൽ യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് റിജിഡിറ്റി, ദാറ്റ് ഈസ് ഡയഗണൽ ആയ ക്രോസ് മെമ്പേഴ്സ് ഫിക്സഡ് ഓൺ സ്റ്റാൻഡേർഡ്സ്. ഓക്കെ, നമ്മൾ സ്റ്റാൻഡേർഡ്സിൽ ഫിക്സ് ചെയ്യുന്ന ഡയഗണൽ അല്ലെങ്കിൽ എന്താ ഇതാ ഇങ്ങനെ ഈ സ്റ്റാൻഡേർഡ്സിന് ഈ കണക്ട് ചെയ്ത് റിജിഡിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇങ്ങനെ കുറച്ച് ഡയഗണൽ മെമ്പേഴ്സ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? ബ്രേസസ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ ഫംഗ്ഷൻ എന്നാണ് യൂസ്ഡ് ഫോർ പ്രൊവൈഡിങ് റിജിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? ബ്രേസസ് ആണ്. അപ്പോൾ ഇതിനെ ഡയഗണൽ അല്ലെങ്കിൽ ക്രോസ് മെമ്പേഴ്സ് ഫിക്സഡ് ഓൺ സ്റ്റാൻഡേർഡ്സിലാണ് ഫിക്സ് ചെയ്തേക്കുന്നത്. ഓക്കെ, അടുത്ത് വരുന്നത് പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ബോഡി. ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോം ഫോർ സപ്പോർട്ടിങ് മെൻ ആൻഡ് മെറ്റീരിയൽ. ഈ ആൾക്കാരെയും മെറ്റീരിയലിനെയും സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ കാണാം ഒരു ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോം ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ ബോർഡിങ് എന്ന് വിളിക്കും. ഓക്കെ, ഇനി ഗാർഡ് റെയിൽ ഉണ്ട്. ഗാർഡ് റെയിൽ എന്താണ്? പ്രൊട്ടക്റ്റീവ് റെയിൽ പ്രൊവൈഡ് ലൈക്ക് എ ലെഡ്ജർ അറ്റ് ദ വർക്കിംഗ് ലെവൽ നമ്മൾ കൊടുക്കുന്ന ലെഡ്ജർ പോലെ കൊടുക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് റെയിലിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗാർഡ് റെയിൽ എന്ന് വിളിക്കുന്നത്. ദ പ്രൊട്ടക്റ്റീവ് റെയിൽ പ്രൊവൈഡഡ് ലൈക്ക് എ ലെഡ്ജർ അറ്റ് ദ വർക്കിംഗ് ലെവൽ, അതിനെയാണ് നമ്മൾ ഗാർഡ് റെയിൽ എന്ന് വിളിക്കുന്നത്. ഇനി ടോപ്പ് ബോർഡ് എന്ന് പറഞ്ഞാൽ എ ബോർഡ് പ്ലേസ്ഡ് പാരലൽ ടു ദ ലെഡ്ജർ ആൻഡ് സപ്പോർട്ടഡ് ബിറ്റ്വീൻ പുട്ട് ലോക്ക് ഒരു ട്രാൻസ്ഫോം. ഓക്കെ, ടോപ്പ് ബോർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ബോർഡ് പ്ലേസ്ഡ് പാരലൽ ടു ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഇതാണ് നമ്മുടെ ലെഡ്ജർ. ഓക്കെ, ഈ ലെഡ്ജറിന് പാരലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? പാരലൽ ടു ദ ലെഡ്ജർ ആൻഡ് സപ്പോർട്ടഡ് ബിറ്റ്വീൻ പുട്ട് ലോഗ് അല്ലെങ്കിൽ ട്രാൻസ്ഫോം. പുട്ട് ലോഗിനും ട്രാൻസ്ഫോമിനും ഇടയ്ക്കായിട്ട് സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്ത്? ടോപ്പ് ബോർഡ്. അതായത് അതിൻ്റെ പുറത്ത് നിന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ വർക്ക് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ എ ബോർഡ് പ്ലേസ്ഡ് പാരലൽ ടു ദ ലെഡ്ജർ, അതിന് പുറത്തു നിന്നല്ല, നമ്മൾ ആൾക്കാർ അതിൽ നിന്നും വീണ് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് മെഷറാണ് എന്ന് പറയുന്നത് ടോപ്പ് ബോർഡ് എന്ന് പറയുന്നത്. അടുത്ത് വരുന്ന റേക്കർ എന്ന് പറഞ്ഞാൽ ഇൻക്ലൈൻഡ് സപ്പോർട്ട് ടു പ്രിവെൻറ്റ് സ്വേയിങ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് സ്വേ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് കൊടുക്കും? നമ്മൾ ഇങ്ങനെ റാക്കേഴ്സ് കൊടുക്കും. അതെന്ന് പറയുന്നത് ഗ്രൗണ്ടിൽ തന്നെയാണ് റെസ്റ്റ് ചെയ്യുന്നത്. അത് ഇങ്ങനെ മറിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ റാക്കേഴ്സ്. ഇൻക്ലൈൻഡ് സപ്പോർട്ടാണ് ടു പ്രിവെൻറ്റ് സ്വേയിങ്. ഓക്കെ, ടോപ്പ് ബോർഡ് എന്താണ്? എ ബോർഡ് പ്ലേസ്ഡ് പാരലൽ ടു ലെഡ്ജർ ആൻഡ് സപ്പോർട്ടഡ് ബിറ്റ്വീൻ പുട്ട് ലോഗ് ഓർ ട്രാൻസ്ഫോം. ഇതെന്ന് പറയുന്നതാണ് ഒരു പ്രൊട്ടക്റ്റീവ് മെഷറാണ്. ഇത് നമ്മൾ നോക്കുന്നത് ടൈപ്സ് ഓഫ് സ്കഫോൾഡിംഗ് ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്നതാണ്. സിംഗിൾ അല്ലെങ്കിൽ പുട്ട് ലോഗ് അല്ലെങ്കിൽ ബ്രിക്ക് ലെയർ സ്കഫോൾഡിംഗ് ആണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഓക്കെ, ഈ പേര് തന്നെയുണ്ട്, സിംഗിൾ അല്ലെങ്കിൽ പുട്ട് ലോഗ് അല്ലെങ്കിൽ ബ്രിക്ക് ലെയർ സ്കഫോൾഡിംഗ്. അതായത് ഇവിടെ എന്താണ്? പുട്ട് ലോഗ് എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? നമ്മുടെ ഇതിന് പെർപെൻഡിക്കുലറായിട്ട്, അതായത് നമ്മുടെ വോളിന് പെർപെൻഡിക്കുലറായിട്ടുള്ള ഒരു ഹൊറിസോണ്ടൽ മെമ്പറാണ്. അതിൽ ഒരു എൻഡ് എന്ന് പറയുന്നത് ലെഡ്ജേഴ്സിലും മറ്റേ എൻഡ് വോളിലുമാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിനർത്ഥം എന്താണ്? അവിടെ ഒരു സിംഗിളായിട്ടുള്ള ഒരു ഫ്രെയിം വർക്കാണ് അവിടെ വരുന്നത്. ഓക്കെ, സിംഗിൾ എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ്? ഒരു സിംഗിൾ ഫ്രെയിം വർക്കാണ്. ഞാനിപ്പോൾ വരച്ചത് ഒരു സിംഗിൾ ഫ്രെയിം വർക്കായിരുന്നു. ആൻഡ് പുട്ട് ലോഗ് എന്ന് പറയാൻ കാരണം അതായത് സിംഗിൾ ഫ്രെയിം വർക്ക് ആകുമ്പോൾ എന്താണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? അതിൻ്റെ ഒരു എൻഡ് വോളിലായിരിക്കും കണക്ട് ചെയ്തേക്കുന്നത്. ഇനി ഡബിൾ ഫ്രെയിം വർക്ക് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ ഒരു എൻഡ് വാളിലായിരിക്കും കണക്ട് ചെയ്തേക്കുന്നത്? ഇല്ല, രണ്ട് ഫ്രെയിം വർക്ക് പോലെ വരും. അതായത് ഇവിടെ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായിരിക്കും ആൻഡ് ഇതിന് പെർപെൻഡിക്കുലറായിട്ട് ഇവിടെയും ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ഇതിൽ നിന്ന് എന്ത് ചെയ്യും? ഇങ്ങനെ കണക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ട് ലെയർ വരുവാണെങ്കിലാണ് അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡബിൾ ലെയർ സ്കഫോൾഡിംഗ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സിംഗിൾ ലെയർ ആണെന്നുണ്ടെങ്കിൽ എന്താണ്? സിംഗിൾ അല്ലെങ്കിൽ പുട്ട് ലോഗ് അല്ലെങ്കിൽ ബ്രിക്ക് ലെയർ സ്കഫോൾഡിംഗ് എന്നാണ് വിളിക്കുന്നത്. നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് സിംഗിൾ സ്കഫോൾഡിംഗ് ആണ്. ഓക്കെ, ഇനി ബ്രിക്ക് ലെയർ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ബ്രിക്ക് വർക്കിനാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഈ വാല്യൂസ് സ്പേസിങ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ മെമ്പറായിരുന്നു. അപ്പോൾ ഈ വെർട്ടിക്കൽ മെമ്പേഴ്സ് തമ്മിലുള്ള ഈ ഒരു സ്പേസിംഗ് എന്ന് പറയുന്നത് 2 to 2.5 മീറ്ററാണ്. നമ്മൾ സാധാരണ എടുക്കുന്നത് 3 മീറ്ററാണ്. ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ്സ് ആർ പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1.2 മീറ്റർ ഫ്രം ദ വോൾ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നമ്മുടെ വോൾ വരുന്നതെന്നുണ്ടെങ്കിൽ ഈ വോളിൽ നിന്നും സ്റ്റാൻഡേർഡ് എത്ര ഡിസ്റ്റൻസ് മാറിയാണ് ഇരിക്കുന്നത്? 1.2 മീറ്റർ ഡിസ്റ്റൻസ് മാറിയാണ് വെച്ചേക്കുന്നത്. ഇനി വെർട്ടിക്കൽ സ്പേസിങ് ബിറ്റ്വീൻ ലെഡ്ജർ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നമ്മുടെ
പാരലൽ ടു വോൾ ആയിട്ടുള്ള ഇത്. ഓക്കെ, അപ്പോൾ ഈ വെർട്ടിക്കൽ സ്പേസ് എന്ന് പറഞ്ഞാൽ ഈ ലെഡ്ജറും തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഈ ഒരു സ്പേസിങ്, ഓക്കെ, ഈ സ്പേസിംഗ് എന്ന് പറയുന്നത് അവരെത്രയാണ് പറയുന്നത് 1.2 മുതൽ 1.8 മീറ്ററാണ്. ഇനി ഹൊറിസോണ്ടൽ സ്പേസിങ് ബിറ്റ്വീൻ പുട്ട് ലോഗ്സ് എന്ന് പറഞ്ഞാലോ, പുട്ട് ലോഗ് എവിടെയാണ് വരുന്നത്, ഇതാണ് അല്ലേ. അപ്പോൾ ഈ രണ്ട് പുട്ട് ലോഗിനും ഇടയ്ക്കുള്ള ഈ ഒരു ഹൊറിസോണ്ടൽ സ്പേസിങ് ഇത്ര തന്നെയാണ്, 1.2 മുതൽ 1.8 മീറ്ററാണ്. അപ്പോൾ സിംഗിൾ അല്ലെങ്കിൽ പുട്ട് ലോഗ് അല്ലെങ്കിൽ ബ്രിക്ക് ലെയർ സ്കഫോൾഡിംഗ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. നമ്മൾ ബ്രിക്ക് വർക്കിന് യൂസ് ചെയ്യുന്ന ഏതാണ്, സിംഗിൾ സ്കഫോൾഡിംഗ് തന്നെയാണ്. സ്പേസിംഗ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ്സ് വരുന്നത് 2 to 2.5 മീറ്ററാണ്, അല്ലെങ്കിൽ യൂഷ്വലി 3 മീറ്ററാണ് എടുക്കുന്നത്. സ്റ്റാൻഡേർഡ്സ് ആർ പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 1.2 മീറ്റർ ഫ്രം ദ വോൾ. ഇനി വെർട്ടിക്കൽ സ്പേസിംഗ് ബിറ്റ്വീൻ ലെഡ്ജർ എന്ന് പറയുന്നത് 1.2 മുതൽ 1.8 മീറ്ററാണ്. ഹൊറിസോണ്ടൽ സ്പേസിംഗ് ബിറ്റ്വീൻ പുട്ട് ലോഗ് എന്ന് പറയുന്നത് 1.2 മുതൽ 1.8 മീറ്ററാണ്. ഇനി ഡബിൾ അല്ലെങ്കിൽ സെൽഫ് സ്റ്റെബിലൈസിംഗ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് അല്ലെങ്കിൽ മേസൺ സ്കഫോൾഡിംഗ് എന്ന് പറയും. നമ്മൾ സ്റ്റോൺ വർക്കിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് മേസൺ സ്കഫോൾഡിംഗ് ആണ്. ഓക്കെ, ഇതിനെ നമ്മൾ ഡബിൾ സ്കഫോൾഡിംഗ് അല്ലെങ്കിൽ സെൽഫ് സ്റ്റെബിലൈസിംഗ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് സ്കഫോൾഡിംഗ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഇതിൽ നമ്മൾ വേറെ ഒന്നും പഠിക്കാനില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സ്പേസിംഗ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ്സ് നേരത്തെ നമ്മൾ പറഞ്ഞ അതേ വാല്യൂ തന്നെയാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 rows ഓഫ് സ്റ്റാൻഡേർഡ്സ്, അതായത് ഇവിടെ നിന്ന് ഇവിടെ ഒരു റോ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പാരലായിട്ട് എന്തുണ്ടാവും, അടുത്ത ഒരു റോ ഉണ്ടായിരിക്കും അല്ലേ. സോ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ഈ രണ്ട് സ്റ്റാൻഡേർഡ്സ്, അടുത്തടുത്തുള്ള സ്റ്റാൻഡേർഡ്സ് നമ്മളുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയായിരിക്കണം, 1 മീറ്റർ ആയിരിക്കും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 rows ഓഫ് സ്റ്റാൻഡേർഡ്സ് എത്രയാണ്, ഇറ്റ് ഈസ് 1 മീറ്റർ. ഇനി സ്റ്റാൻഡേർഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ വോളിൽ നിന്നും ഒരു 20 to 30 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് മാറിയിട്ടാണ് നമ്മൾ സ്റ്റാൻഡേർഡ്സ് പ്ലേസ് ചെയ്യാനായിട്ട്. വെർട്ടിക്കൽ സ്പേസിംഗ് ബിറ്റ്വീൻ ലെഡ്ജറും ഹൊറിസോണ്ടൽ സ്പേസിംഗ് ബിറ്റ്വീൻ ട്രാൻസ്ഫോമും ഇവിടെ എന്ത് തന്നെയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നമ്മൾ ട്രാൻസ്ഫോം എന്നാണ് പറഞ്ഞത്. കാരണം എന്താണ് പുട്ട് ലോഗ് എന്ന് പറയാത്തതിന് കാരണം, അവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു പുട്ട് ലോഗ് തന്നെയാണ് എന്താണ്, അതിൻ്റെ രണ്ടെൻഡും ലെഡ്ജറിലാണ് സപ്പോർട്ട് ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ എന്ത് പറഞ്ഞത്, ട്രാൻസ്ഫോം എന്ന് പറഞ്ഞത്. ഓക്കെ, നേരത്തെ പറഞ്ഞതിൽ അവിടെ എന്ത് പറഞ്ഞിട്ടുണ്ടാകും, പുട്ട് ലോഗ് എന്ന് പറഞ്ഞിട്ടുണ്ടാകും. അടുത്ത് വരുന്നത് നീഡിൽ അല്ലെങ്കിൽ കാൻഡിലിവർ സ്കഫോൾഡിംഗ് ആണ്. നീഡിൽ അല്ലെങ്കിൽ കാൻഡിലിവർ സ്കഫോൾഡിംഗ് യൂസ്ഡ് വെൻ നോ പ്രോപ്പർ ഗ്രൗണ്ട് ഈസ് അവൈലബിൾ ഫോർ സ്റ്റാൻഡേർഡ്സ് ടു റെസ്റ്റ്. സ്റ്റാൻഡേർഡിന് റെസ്റ്റ് ചെയ്യാനായിട്ട് പ്രോപ്പറായിട്ടുള്ള ഗ്രൗണ്ട് ഇല്ല. അതായത് അതിൻ്റെ താഴെ എന്ന് പറഞ്ഞാൽ റോഡ് അല്ലെങ്കിൽ വാട്ടർ ലോക്ക്ഡ് ഏരിയ ആണ്, അല്ലെങ്കിൽ വാട്ടർ ബോഡിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നീഡിൽ അല്ലെങ്കിൽ കാൻഡിലിവർ സ്കഫോൾഡിംഗ് പ്രിഫർ ചെയ്യാം. ഇനി സസ്പെൻഡഡ് സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കൺസ്ട്രക്ഷന് ശേഷം, കൺസ്ട്രക്ഷൻ വർക്കെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ യൂസ് ചെയ്യുന്ന സ്കഫോൾഡിംഗ് ആണ് എന്താണ്, സസ്പെൻഡഡ് സ്കഫോൾഡിംഗ്. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് മെയിൻ്റനൻസ്, അതായത് റീപെയിൻറ്റിങ്ങിനും ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹൈ റൈസ് ബിൽഡിങ്ങിൽ സസ്പെൻഡഡ് സ്കഫോൾഡിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ വർക്കിംഗ് പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ അതിൻ്റെ റൂഫിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടേക്കും. ഓക്കെ, ബൈ മീൻസ് ഓഫ് വയേഴ്സ്, ചെയിൻസ് അല്ലെങ്കിൽ കേബിൾസ്. അടുത്ത് വരുന്ന ട്രസ്സസ് സ്കഫോൾഡിംഗ് ആണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം 5 മീറ്റർ ഹൈറ്റ് വരെ മാത്രമേ നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ട്രസ്സസ് സ്കഫോൾഡിംഗ് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിൽ നിന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വർക്കിംഗ് പ്ലാറ്റ്ഫോം ഈ സപ്പോർട്ട് ആണ് മൂവബിൾ കോൺട്രവെൻസസ്, അതായത് വീല് വെച്ച് നമുക്ക് ഉരുട്ടി കൊണ്ടുപോകാൻ പറ്റുന്ന സ്കഫോൾഡിംഗ് ആണ് എന്ന് പറഞ്ഞാൽ ട്രസ്സസ് സ്കഫോൾഡിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്ന സ്റ്റീൽ സ്കഫോൾഡിംഗ് ഉണ്ട്. സ്റ്റീൽ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റീൽ ട്യൂബ്സ്, അതിൻ്റെ ഡയമീറ്റർ എത്രയാണ്, 40 to 50 mm ഡയമീറ്റർ, ആൻഡ് അതിൻ്റെ തിക്നെസ് വരുന്നത് 5 mm. അങ്ങനത്തെ സ്റ്റീൽ ട്യൂബ്സാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റീൽ സ്കഫോൾഡിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഫയർ റെസിസ്റ്റൻ്റ് ആണ്, പിന്നെ ഈസി ടു ഇറക്റ്റ് ആൻഡ് ഡിസ്മാൻഡിൽ, ഇറക്റ്റ് ചെയ്യാനും ഡിസ്മാൻഡിൽ ചെയ്യാനും ഈസിയാണ്, ഡ്യൂറബിൾ ആണ്, റീയൂസബിൾ ആണ്, ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് ടു എനി ഹൈറ്റ്, ഏത് ഹൈറ്റ് വേണമെങ്കിലും നമുക്കിത് കൺസ്ട്രക്ട് ചെയ്യാം. സ്ക്രാപ്പ് വാല്യൂ എന്ന് പറയുന്നത് സ്റ്റീലിന് എന്താണ്, ഹൈ ആണ്. പക്ഷേ ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇനിഷ്യൽ കോസ്റ്റ് എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ പീരിയോഡിക് കൊറോഷൻ റെസിസ്റ്റ് ചെയ്യാനായിട്ട് പീരിയോഡിക് പെയിൻറ്റിംഗ് ഒക്കെ ആവശ്യമുണ്ടാകും. ഇനി പാറ്റൻറ്റഡ് അല്ലെങ്കിൽ ലേഡർ സ്കഫോൾഡിംഗ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മോസ്റ്റ് കോമൺലി യൂസ് സ്കഫോൾഡിംഗ് ഏതെന്ന് ചോദിച്ചാൽ പാറ്റൻറ്റഡ് അല്ലെങ്കിൽ ലേഡർ സ്കഫോൾഡിംഗ് ആണ്. ഓക്കെ, നമ്മുടെ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഏതെന്ന് ചോദിച്ചാൽ ഏതാണ്, ഇത് നമ്മുടെ സിംഗിൾ സ്കഫോൾഡിംഗ് അല്ലെങ്കിൽ ബ്രിക്ക് ലെയർ സ്കഫോൾഡിംഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി സെക്കൻഡ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് എന്ന് ചോദിച്ചാൽ പാറ്റേൺ അല്ലെങ്കിൽ ലേഡർ സ്കഫോൾഡിംഗ് ആണ്. ഇതൊന്നും നമ്മുടെ ഡബിൾ സ്കഫോൾഡിങ്ങിൻ്റെ ഒരു മോഡിഫൈഡ് ഫോമാണ്. ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് സ്റ്റീലാണ്. ആൻഡ് ഇവിടെ വർക്കിംഗ് പ്ലാറ്റ്ഫോം ഈ സപ്പോർട്ട് ഓൺ ബ്രാക്കറ്റ്സിലാണ് നമ്മൾ ഇന്ന് വർക്കിംഗ് പ്ലാറ്റ്ഫോം സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് സ്കഫോൾഡിങ്ങിനെ പറ്റി പഠിക്കാനായിട്ടുള്ളത്. താങ്ക് യു.